Debt recovery tribunals were established to facilitate the debt recovery of banks and other financial institution. ഈ other financial institution എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ആളുകളാണ് NBFC, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി. നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ചെയ്യുന്ന മാതിരി ലെൻഡിങ്ങും ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കാർഡോ ATM കാർഡോ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, ചെക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള ഗൈഡൻസിന്റെ കീഴിൽ വരാത്ത ചില ബാങ്കുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ HFC, ഇൻഷുറൻസ് കമ്പനീസ് ആക്ച്വലി എന്താ ചെയ്യുന്നത്? പ്രീമിയം അല്ലെങ്കിൽ പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് കളക്ട് ചെയ്യും അല്ലെ. ഭാവിയിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് മണി പേ ചെയ്യും. ഇൻഷുറൻസ് കമ്പനീസ്, പെൻഷൻ ഫണ്ട് കമ്പനീസ്, പിന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും KSFE. അവർ ചെയ്യുന്ന പരിപാടി എന്താ? ചിറ്റ് ഫണ്ട് കമ്പനീസ് ആണ് അല്ലെ. എന്താ ചിട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട് പൈസ വെച്ച് നറുക്കെടുപ്പിൽ പൈസ കിട്ടും, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിന്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ പൈസ കിട്ടും. ഇതിലെല്ലാത്തിലും നടക്കുന്നത് എന്താ? പൈസ കളക്ട് ചെയ്യും, പൈസ തിരിച്ചു കിട്ടും. പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു ട്രഡീഷണൽ ബാങ്കിങ് സെറ്റപ്പ് അല്ല. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി എന്ന് പറയുക. അത് എന്തിന്റെ കീഴിൽ വരില്ല? വളരെ മിനിമൽ ആയിട്ടുള്ള 1-2 കമ്പനീസ് മാത്രമാണ് RBIയുടെ കീഴിൽ വരുള്ളൂ. ബാക്കി മിക്കവാറും എല്ലാം ഇപ്പൊ ചിറ്റ് ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്. നിധി കമ്പനി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ്. ഇനി പെൻഷൻ ഫണ്ട് ആണെങ്കിൽ PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ്. ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് എല്ലാവരും. പിന്നെ അതേപോലെ ചില മ്യൂച്വൽ ഫണ്ട് ആശയങ്ങളുണ്ട് വരാം. ഓക്കെ അല്ലേ? ഞാൻ ഈ വാക്ക് കണ്ടപ്പോ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നതാണ് കേട്ടോ. DRTs were established in 1993 and were able to resolve a large number of cases compared to ordinary courts. Ordinary courts in the പ്രത്യേകത എന്താ? അഡ്ജേൺമെന്റ് അല്ലെ. മിക്കവാറും ഒരു പാർട്ടി അല്ലെങ്കിൽ അടുത്ത പാർട്ടി പറയും ഇന്ന് പറ്റില്ല, ആള് ഹാജരല്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റും, അല്ലെങ്കിൽ അടുത്ത ഡേറ്റിലേക്ക് മാറ്റും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അപ്പീല് പോയിക്കൊണ്ടിരിക്കും, ഒരുപാട് ടൈം പീരീഡ് എടുക്കും. ഇപ്പൊ കോർട്ടിനാണെങ്കിൽ ഒരു കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കൺസിഡർ ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് കേസുകൾ പെൻഡിങ് ഉണ്ടാവില്ലേ. സോ ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. സോ DRTക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറവാണ്. ഓർഡിനറി കോർട്ടിനേക്കാൾ ഷോർട്ടസ്റ്റ് ടൈമിൽ ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദർ ഈസ് ആൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ടു. DRTക്ക് ഒരു ഹയർ ലെവലും കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണെങ്കിൽ ഇതിനൊരു അപ്പലേറ്റ് മെക്കാനിസം ഉണ്ട്. ദെൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്. ഈ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഡിസിഷനിൽ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഹൈക്കോർട്ട്, ദെൻ യു ക്യാൻ ഗോ ഫോർ സുപ്രീം കോർട്ട്. ഇപ്പോ DRTയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, if we are not happy with the decision of DRT അല്ലെങ്കിൽ NCLT, then it will take lots of time. കറക്റ്റ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ NCLT പറയുന്ന വെർഡിക്റ്റില് ബാങ്കോ കസ്റ്റമറോ ഹാപ്പി അല്ല, DRTയുടെ വെർഡിക്റ്റില് ബാങ്കോ കസ്റ്റമറോ ഹാപ്പി അല്ലെങ്കിൽ then they will entirely go through the traditional court again. ഇപ്പൊ ഇവിടെയും കുറെ സമയം പോവും, അതേപോലെ തന്നെ ഇവിടെയും കുറെ സമയം പോവും. ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. അഡ്വാൻറ്റേജ് പറയട്ടെ, മോസ്റ്റ് ഓഫ് ദി കേസസ് വിൽ എൻഡ് ഹിയർ. മോസ്റ്റ്ലി കമ്പനിക്ക് അല്ലെങ്കിൽ ബാങ്കിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് DRT അല്ലെങ്കിൽ NCLT പറയും. ഒരുപാട് കേസസ് ഒന്നും ഹൈക്കോർട്ടിലേക്ക് സുപ്രീം കോർട്ടിലേക്ക് പോവാറില്ല. സോ ഇറ്റ്സ് മോഡറേറ്റ്ലി ഗെയിൻഫുൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ ഇത്. There is an appellate tribunal, അത് നമ്മൾ പറഞ്ഞു. Like several other debt recovery mechanism are slow to work out pending dispute. ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൂ, അതിന്റെ വർക്കൊക്കെ സ്ലോ ആണ്. സ്ലോ ആവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഗവൺമെന്റ് പ്രോപ്പർ ടൈമിൽ ഇതിലേക്ക് മെമ്പേഴ്സിനെയൊന്നും അപ്പോയിന്റ് ചെയ്യാറില്ല. നിങ്ങൾ ഇന്ത്യയിൽ പല തരത്തിലുള്ള ട്രൈബ്യൂണൽ നമ്മൾ വിളിക്കുക എന്താണ്? ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പേര് വിളിക്കും അല്ലെ. ട്രൈബ്യൂണലിന്റെ ഒക്കെ പ്രധാന പ്രശ്നം എന്താ? മിക്കവാറും ട്രൈബ്യൂണൽസ് സാങ്ഷന്റെ സ്ട്രെങ്ത് 10 മെമ്പേഴ്സ് ആണെങ്കിൽ ഗവൺമെന്റ് 2-3 മെമ്പേഴ്സിനെയാണ് അപ്പോയിന്റ് ചെയ്യുള്ളൂ. 10 പേരെ അപ്പോയിന്റ് ചെയ്താലാണ് നമ്മൾ പ്രതീക്ഷിച്ച ടൈമിൽ ഈ കേസസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? പെൻഡിങ് ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് പ്രോപ്പറായിട്ട് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തില്ലെങ്കിലോ? പ്രോപ്പറായിട്ട് അത് കേസ് ചെയ്തില്ല. അപ്പൊ അത് നിയമത്തിന്റെയോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണോ പ്രശ്നം? അല്ല, പ്രോപ്പറായിട്ട് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാത്തതാണ്. ഇതേ പ്രശ്നം DRTക്കും ഉണ്ട്, NCLTക്കും ഉണ്ട്. അവർക്ക് ഫുൾ ക്വാറം അല്ലെങ്കിൽ ഫുൾ മെമ്പേഴ്സിനെ പലപ്പോഴും അപ്പോയിന്റ് ചെയ്യാറില്ല. നെക്സ്റ്റ് വൺ, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. ഈ സെയിം NPAയുടെ ആശയം ഒന്ന് തിരിച്ചു കൊണ്ടുപോവാ.
NPA. ഈ NPA എന്ന് പറയുന്നത് എന്താ? ബാങ്കിന്റെ അസറ്റ് ലയബിലിറ്റി നമ്മൾ മാർക്ക് ചെയ്യുക. ലോൺ 1, ലോൺ 2, ലോൺ 3, ലോൺ 4. ഡെപ്പോസിറ്റ് 1, ഡെപ്പോസിറ്റ് 2, ഡെപ്പോസിറ്റ് 3, ഡെപ്പോസിറ്റ് 4. ഈ L3ഉം L4ഉം NPA എന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരട്ടെ. ഈ L3, L4 ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ, ബാങ്ക് സ്പെഷ്യലൈസ് ചെയ്തത് രണ്ട് കാര്യത്തിലാണ്. നമ്മൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് എടുക്കുക, സെക്കൻഡ് വൺ ലോൺ കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളിലാണ്, ഡെപ്പോസിറ്റും ലോണും. ഈ രണ്ട് ആക്ടിവിറ്റീസിലാണ് ആരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്? ബാങ്കിന്റെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. ഈ റിക്കവറി ഓഫ് NPA അല്ലെങ്കിൽ കൊളാറ്ററൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല. ബാങ്കിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് NPA അയക്കാൻ എത്രയും പെട്ടെന്ന് അത് കിട്ടുന്ന വിലക്ക് വിറ്റ് തീർക്കലാണ്. നമ്മൾ ഒരു ഡിമാൻഡ് വരുമ്പോൾ പല സാധനങ്ങളും വിൽക്കുമ്പോൾ എന്താ പ്രശ്നം? വാങ്ങുന്ന ആൾക്കാർ ലോവർ റേറ്റിൽ അത് പർച്ചേസ് ചെയ്യാൻ നോക്കും, അല്ലെ? അപ്പൊ ബാങ്കിന് നഷ്ടം ഉണ്ടാവും. ഈ ഒരു പ്രശ്നം നമ്മൾ അതിനൊരു ഡിസ്ട്രസ്ഡ് സെയിൽ എന്നൊരു വാക്കൊക്കെ ഉപയോഗിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല ടെക്നിക്ക് ഞാൻ നോക്കിയേ. ഈ ബാങ്കിന്റെ ഒരു ലോണ് NPA എന്ന് വിചാരിക്കും. അപ്പോ പുതിയൊരു ആശയം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. അയാളുടെ പേരാണ് ARC. എന്താണ് അയാളുടെ പേര്? ARC, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. ഇവരെന്താ ചെയ്യാന്ന് അറിയോ? ഈ ബാങ്കിന്റെ കയ്യിലുള്ള ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA ARC വാങ്ങും. ഓക്കെ ആണോ? ഈ ബാങ്കിന്റെ കയ്യിലുള്ള NPA അല്ലെങ്കിൽ ബാഡ് ലോൺസ് ആര് വാങ്ങും? ARC വാങ്ങും. ഫോർ എക്സാമ്പിൾ ഈ NPA എന്ന് പറയുന്നത് ഒരു 100 crore എന്ന് വിചാരിക്കും. 100 ഒന്നും വേണ്ടല്ലോ, ഒരുപാടായില്ലേ. ഒരു 1 lakh NPA എന്ന് വിചാരിക്കും. അത് ആര് മേടിക്കും? ARC വാങ്ങും. ARC വാങ്ങിയിട്ട് ആ പേയ്മെന്റ് ആർക്ക് കൊടുക്കും? നമ്മുടെ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ബാങ്കിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് നോക്കി മക്കളെ. ഈ L3 എന്ന് പറയുന്ന NPA അവരുടെ അക്കൗണ്ട് ബുക്കിൽ നിന്ന് എലിമിനേറ്റഡ് ആയി. അതേപോലെ വേറൊരു NPA കൂടി ബാങ്കിനുണ്ട് എന്ന് വിചാരിക്കുക. അതും ഈ ARC വാങ്ങിയെന്ന് വിചാരിക്കുക. അതും ബാങ്കിന്റെ അക്കൗണ്ട് ബുക്കിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തില്ലേ. ഇപ്പൊ ബാങ്കിന്റെ അക്കൗണ്ട് ബുക്ക് നോക്കി വളരെ ക്ലീൻ അല്ലേ? വളരെ ക്ലീനും ആണ്. അവർക്ക് എന്ത് ചെയ്തു? ആ NPAക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടി. ഞാൻ പറയാണ്, ഒരിക്കലും ഫുൾ എമൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ. ഒരു 20 to 30 അല്ലെങ്കിൽ 30 to 40% ഒക്കെയാണ് അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ ഈ ആശയം എന്ന് പറയുന്നത്? ബാങ്കിന് ഇമ്മീഡിയറ്റ്ലി അവരുടെ അക്കൗണ്ട് ബുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ARC എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ ഈ 1 lakh കിട്ടിയ കൊളാറ്ററൽ എന്ന് പറയുന്നത് ഒരു വീടിന്റെ, ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഡോക്യുമെന്റ് ആണെന്ന് വിചാരിക്കും. അവരത് കയ്യിൽ വെക്കും. ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്. വളരെ സാവധാനം അതിന് സെല്ലേഴ്സിനെ ഒക്കെ തപ്പി അവര് ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ അവരത് സെല്ല് ചെയ്യും. ഇപ്പൊ എന്ത് കിട്ടും? ഇവർക്കും കുറച്ച് പൈസ കിട്ടും. ബാങ്ക് യൂഷ്വലി ബാങ്ക് ആയിട്ട് വിൽക്കുന്നതിനേക്കാളും ഹയർ പ്രൈസസ് ആര് ഓഫർ ചെയ്യും? ARC ഓഫർ ചെയ്യും. ഇപ്പൊ രണ്ടുപേർക്കും ഇത് ഗുണല്ലേ? ബാങ്കിനാണെങ്കിൽ അക്കൗണ്ട് ബുക്ക് ക്ലിയർ ചെയ്യാം. അവരത് ലിക്വിഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഹയർ പ്രൈസ് ആരിൽ നിന്ന് കിട്ടും? ARCയിൽ നിന്ന് കിട്ടും. അതേപോലെ ARCക്ക് ആണെങ്കിൽ ഇത്തരത്തിലെ ലെൻഡിങ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഈ ARCയിലെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ദേ ആർ എക്സ്പേർട്ട് ഇൻ ഡീലിംഗ് വിത്ത് ദിസ് ബാഡ് ലോൺസ്. ബാഡ് ലോൺസ് എങ്ങനെയാണ് ഹയർ പ്രോഫിറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്നത് എന്നതിൽ എക്സ്പേർട്ടാണ് ARCയിൽ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ബോത്ത്. നല്ലൊരു ആശയമല്ലേ ഇത്? ഇതാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എന്താണ് കൺസെപ്റ്റ്? ട്രഡീഷണൽ ബാങ്കിൽ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ DRT അല്ലെങ്കിൽ NCLT വരെ എത്തിയിട്ടുണ്ട് അല്ലെ? ട്രഡീഷണൽ അവിടെ നടക്കുന്ന പരിപാടി എന്താ? ബാങ്ക് ലോൺ കൊടുത്തു, ലോണ് തിരിച്ചടച്ചില്ല, NPA എന്ന് ക്ലാസിഫൈ ചെയ്തു. പൈസ തിരിച്ചടക്കുന്നില്ലെങ്കിൽ ബാങ്ക് ആരെ അപ്രോച്ച് ചെയ്യും? DRT അല്ലെങ്കിൽ NCLTനെ അപ്രോച്ച് ചെയ്യും. അപ്രോച്ച് ചെയ്തിട്ട് എന്ത് പറയും? ഞങ്ങൾ ലോണ് കൊടുത്തു, ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു കൊളാട്രൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ DRT എന്ത് പറയും? നമുക്ക് ആ കമ്പനീനെ ഒന്ന് റിവൈവ് ചെയ്യാൻ നോക്കിയാലോ? നടക്കുന്നില്ല. നമുക്ക് ആ ഒരു ബോർഡ് ഒന്ന് മാറ്റി നോക്കിയാലോ? അതും നടക്കുന്നില്ല. ഇപ്പൊ DRT അല്ലെങ്കിൽ NCLT ഫൈനലി എന്ത് പറയും? ലെറ്റ്സ് ഗോ ഫോർ ദി ലിക്വിഡേഷൻ. നമുക്ക് അതൊക്കെ വിൽക്കാം. അപ്പൊ ബാങ്കിന് എന്താണ്? നാളെ നിങ്ങളോ ആര് വന്ന് കാശ് ചോദിക്കുന്ന ബാങ്കിന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. ദേ ആർ ആന്റിസിപ്പേറ്റിംഗ് ക്യാപിറ്റൽ. നിങ്ങൾ വന്നാ തിരിച്ചു കൊടുക്കാൻ കാശ് വേണം. അവർ കിട്ടിയ വിലക്ക് അത് വിൽക്കാൻ നോക്കും. യൂഷ്വലി നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ളതാ. ബാങ്ക് അത് ഓപ്ഷന് വെക്കും. അതല്ല, ലേലത്തിന് വെക്കാതെ. അന്നത്തെ ദിവസം അവിടെ 4 പേരെ ഓപ്ഷന് വന്നേന്ന് വിചാരിക്കും. 4 പേരും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾ ഇത്ര പൈസക്ക് മുകളിൽ വിളിക്കില്ല. എന്താ ഉണ്ടാവുക? ആരാണോ ഹയർ വിളിക്കുന്നത് അവന് കൊടുക്കണം. വേറെ നിവൃത്തിയില്ലല്ലോ. അവിടെയാണ് ആര് പിക്ചറിലേക്ക് വരുന്നത്? ARC പിക്ചറിലേക്ക് വരുന്നത്. ARCക്ക് വലിയ ധൃതിയൊന്നുമില്ല. ARC ആരെ അപ്രോച്ച് ചെയ്തു? ARC
പിക്ചറിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ആദ്യം ആരുടെ വേർഡിക്റ്റ് വരണം? DRTയുടെയോ NCLTയുടെയോ വെർഡിക്റ്റ് വരണം. എന്തെന്ന്? ലെറ്റ്സ് ഗോ ഫോർ ലിക്വിഡേഷൻ. ലെറ്റ്സ് ഗോ ഫോർ ലിക്വിഡേഷൻ. അപ്പൊ അവിടേക്ക് ആര് വന്നു? ARC വന്നു. ബാങ്കിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആ ബാഡ് ലോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആ NPA ഞങ്ങൾ വാങ്ങാം, അതിന് ഞങ്ങൾ ഒരു ഡീസെന്റ് ആയിട്ട് ഇത്ര പൈസ നിങ്ങൾക്ക് കൈയോടെ തരാം. ഓക്കെ ആണല്ലോ? ഇതിലും ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട് ഇൻ റിയാലിറ്റി. 100 രൂപയുടെ ബാഡ് ലോൺ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 100 രൂപ തികച്ചു കൊടുക്കില്ല, ഒരു 50-60 രൂപ കൊടുക്കും. ബാക്കി അവർ ആ സ്ഥലം അല്ലെങ്കിൽ പ്രോപ്പർട്ടി അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ബാക്കി 40 പേ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യാറ്. അത്ര കോംപ്ലിക്കേഷനിലേക്കൊന്നും നമുക്ക് പോകണ്ടല്ലോ. യൂഷ്വലി അവർ ഫുൾ എമൗണ്ട് ഒന്നും പേ ചെയ്യില്ല. അവരെന്താ ചെയ്യുക? ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 60% പേ ചെയ്യും. ബാക്കി ആ പ്രോപ്പർട്ടി ലിക്വിഡേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അവർ പേ ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ? എന്നാലും ബാങ്കിന് ലാഭമല്ലേ? ഇമ്മീഡിയറ്റ്ലി ഒരു 60% ക്യാപിറ്റലും കിട്ടി, ആ 40 എന്തായാലും തിരിച്ചും കിട്ടും. കറക്റ്റ് ആണോ? അത്രയൊന്നും പോണ്ട. ARC എന്ത് ചെയ്തു? NPA വാങ്ങി, ബാഡ് ലോൺ വാങ്ങി, ബാങ്കിന് പേയ്മെന്റ് കൊടുത്തു. ബാങ്ക് ഹാപ്പി. എന്താ ബാങ്ക് ഹാപ്പി ആവാനുള്ള കാരണം? their profit book or account book is very clean. ഓക്കെ അല്ലേ? ബാങ്കിന്റെ അക്കൗണ്ട് ബുക്ക് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ARC എന്ത് ചെയ്യും? സാവധാനം സമയമെടുത്ത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ അത് എന്ത് ചെയ്യും? ലിക്വിഡേറ്റ് ചെയ്യും. ബാങ്കിന് ബാക്കി പൈസ സെറ്റിൽ ചെയ്യും, ബാക്കി അവരെ കമ്മീഷൻ കയ്യിൽ വെക്കും, അടുത്ത ബാങ്കിന്റെ അടുത്തത് മേടിക്കും. പിന്നെ ഗുണം എന്താ? പല ബാങ്കുകളുടെ NPA നമുക്ക് ഓവർ ദി പീരിയഡ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇറ്റ് വിൽ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി ബാങ്ക്. ആശയം ഓക്കെ അല്ലേ? ARCയുടെ വൺസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. ദീസ് ARCs ആർ ക്രിയേറ്റഡ് അണ്ടർ ദി പാരന്റ് ലോ വിച്ച് ഈസ് കോൾഡ് സർഫേസി ആക്ട് 2002. ഈ സർഫേസി ആക്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രസിഡന്റ് ഒരു ഓർഡിനൻസിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പിന്നീട് പലതവണ ഇത് പ്രൊമഗേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർഡിനൻസ് അണ്ടർ ആർട്ടിക്കിൾ 123 കൺസെപ്റ്റുകളൊക്കെ പരിചയപ്പെടും. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്ക്. നമ്മൾ എക്സാമിന് ആവശ്യമുള്ള മിനിമം പോയിന്റ്സ് ആണ് സ്ലൈഡിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. An asset reconstruction company is a specialized financial institution that buys the NPA or bad asset from banks and financial institution and attempts to recover the debt or associated securities by itself. The banks to ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, clean up their balance sheet. Or in other words, ARCs are in the business of buying bad loans from banks. The asset reconstruction company or ARCs are registered under the RBI. ആരെ നിയന്ത്രിക്കുന്നത്? RBI. And a regulator under the legislation or law SARFAESI Act 2002. Okay. Then let's move to next parent law, which is called Insolvency and Bankruptcy Law or Act, which is introduced in 2016. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. നമ്മൾ ഈ ഓൾറെഡി ഉള്ള ARC, DRT ഇവരെയൊക്കെ ഫങ്ഷൻസ് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ സിറ്റുവേഷൻസിൽ ഇതിനെ എങ്ങനെ കുറച്ചും കൂടി കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബിസിനസ് ഫ്രണ്ട്ലി ആക്കാം എന്നൊരു ആശയം കൊണ്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ സർഫേസി ആക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, DRT 1997 പാർലമെന്റ് പാസ്സാക്കി അല്ലെ. അതിനുശേഷം ഈ സർഫേസി ആക്ട് ആണെങ്കിൽ 2002 പാസ്സാക്കിയിട്ടുള്ളത്. ഈ നിയമം വരുന്നത് എന്താ? 2016. വാട്ട് ഈസ് ദി ഇഷ്യൂസ് റിഗാർഡിംഗ് ലെജിസ്ലേഷൻ? ഒരു നിയമം പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കുമ്പോൾ ആ സമയത്തെ പ്രോബ്ലം എന്താണോ അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ആ നിയമം പാസ്സാക്കുന്നുണ്ടാവുക. ഒബ്വിയസ്ലി ഓവർ ദി പീരിയഡ് അതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന സർഫേസി ആക്ടും DRT ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കുറച്ചും കൂടി ഹയർ ക്വാളിറ്റി, അതേപോലെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബെറ്റർ എക്സാമ്പിൾസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോയാണ് എന്ത്? IBC, Insolvency and Bankruptcy Code 2016. Okay അല്ലേ? According to this law, establishing Insolvency and Bankruptcy Board അടുത്ത ഹൈറാർക്കി സ്റ്റെപ്പിൽ നമ്മൾ കാണും കേട്ടോ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് IBC law will create a particular kind of professionals. ആ പ്രൊഫഷണൽസിന്റെ പേരാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. എന്താണ് അവരുടെ പേര്? ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഇവരെന്തിലാണ് പ്രൊഫഷണൽ എന്നറിയോ? ഒരു കമ്പനി എന്താണ്
NP എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ബാങ്കിലേക്ക് ലോൺ അടയ്ക്കാതെ NP എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ കമ്പനിയുടെ ഫങ്ഷൻസ് എങ്ങനെയെല്ലാം റിവൈവ് ചെയ്യാം, എങ്ങനെയാണ് ഈ കമ്പനിയെ വീണ്ടും ലാഭത്തിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക, അത്തരം കാര്യങ്ങളെ കുറിച്ച് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഇൻസോൾവൻസി നമ്മൾ IR എന്നൊക്കെയാണ് കാണുക, അല്ലെങ്കിൽ IP എന്നാണ് കാണുക. അതിന്റെ ഫുൾ ഫോം ആണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ഈ കൊളാറ്ററല് പോയി വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളല്ല. ഇവരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഏത് ഫീൽഡിലാണ്? ഒരു കമ്പനി ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. ഒന്നല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ അവർ ഗവേണൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആവാം. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു കമ്പനി കൺസിസ്റ്റന്റ്ലി ഫെയിൽ ചെയ്യുന്നതും അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതും. അതെന്താണ് ആ കാര്യം എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്ത് ആ കമ്പനിയെ റിവൈവ് ചെയ്യുന്നതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ. ഇത്തരത്തിലുള്ള ഒരു ന്യൂ കാറ്റഗറി ഓഫ് പ്രൊഫഷണൽസിനെ ആര് ക്രിയേറ്റ് ചെയ്തു? IBC ക്രിയേറ്റ് ചെയ്തു. ഒബ്വിയസ്ലി ഇവർക്ക് ആരായിരിക്കും ലൈസൻസ് കൊടുക്കാൻ സാധ്യത? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ ആണല്ലോ. ദിസ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ടു ബി ഓവർ ഇൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. നേരത്തെ നമ്മൾ പറഞ്ഞ സർഫേസി ആക്ടിനേക്കാളും ഷോർട്ടസ്റ്റ് ടൈമിൽ ഒരു കമ്പനിയുടെ ബാങ്കിന്റെ അല്ലെങ്കിൽ അതിന്റെ NPA ക്ലിയർ ചെയ്യുന്നതിൽ എക്സ്പെർട്ടൈസ് ആണ് ഈ പറയുന്ന IP. ഞാൻ ഇനി IP എന്നുള്ള വാക്ക് ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഈ IPs എന്ന് പറയുന്നത് എന്താ? മിനിമം ടൈമിൽ കമ്പനിയെ റിവൈവ് ചെയ്യുക, കമ്പനിക്ക് തിരിച്ച് അവരുടെ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാനുള്ള എക്സ്പെർട്ടൈസ് IPs ഉണ്ട്. സോ ദർ ഈസ് എ സെപ്പറേറ്റ് പ്രോസസ്. ഇത് ഓൾറെഡി ഞാൻ എടുത്തിരുന്നു അല്ലെ. കമ്പനീസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അപ്രോച്ച് ചെയ്യുക. ബാഡ് ബാങ്ക് അല്ലെങ്കിൽ NPA വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസും പാർട്ട്ണർഷിപ്പ് ഫിംസും ആരെ അപ്രോച്ച് ചെയ്യും? DRT അപ്രോച്ച് ചെയ്യും. കമ്പനീസ് ആണെങ്കിലും LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് കമ്പനീസ് ആണ് കേട്ടോ. ജനറലി കമ്പനി എന്ന് മനസ്സിലാക്കിയാൽ മതി. അവരാണെങ്കിൽ NCLTനെ അപ്രോച്ച് ചെയ്യും. ഇനി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ IBCയിൽ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചു നോക്കി എന്തൊക്കെയാണ് പ്രോസസ്സ്. IBC വന്നപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് പറഞ്ഞപ്പോ, പണ്ടാണെങ്കിൽ ലെൻഡേഴ്സ് അല്ലെങ്കിൽ ബാങ്കിന് മാത്രമാണ് ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ? DRT അല്ലെങ്കിൽ NCLT അല്ലെങ്കിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. IBC പ്രകാരം ലെൻഡേഴ്സ് അതായത് ബാങ്കുകൾക്കും NCLT അല്ലെങ്കിൽ DRTനെ അപ്രോച്ച് ചെയ്യാം. അതേപോലെ ബോറോവേഴ്സ് കടമെടുത്ത കമ്പനിക്കാർക്കും ആരെ അപ്രോച്ച് ചെയ്യാം? NCLT അല്ലെങ്കിൽ DRTനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? NPA ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ലോജിക്കലി കൺക്ലൂഡ് ചെയ്യും. NPA ആയി കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഒന്നല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ കമ്പനിക്കാരെ ആരെ അപ്രോച്ച് ചെയ്യും? DRT അല്ലെങ്കിൽ NCLTനെ അപ്രോച്ച് ചെയ്യും. അവർ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം തന്നെ അവര് അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല പറയാ. DRT അല്ലെങ്കിൽ NCLT ആരെ അപ്രോച്ച് ചെയ്യും? നോക്കിയേ, ഇൻസോൾവൻസി പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യും. ആ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആദ്യം തന്നെ ഒരു കമ്മിറ്റീനെ ക്രിയേറ്റ് ചെയ്യും. ആ കമ്മിറ്റീനെ വിളിക്കുന്ന പേരാണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. എന്താണ് ആശയം എന്ന് പറയാ? നമ്മൾ നേരത്തെ പറഞ്ഞ നീരവ് മോദിയുടെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നീരവ് മോദിക്ക് ഒരു സിംഗിൾ ബാങ്ക് അല്ല ലോൺ കൊടുത്തിട്ടുള്ളത്, മൾട്ടിപ്പിൾ ബാങ്ക്സ് ആണ് ലോൺ കൊടുത്തിട്ടുള്ളത് അല്ലെ. X എന്ന് പറയുന്ന ഒരു ബാങ്ക്, Y എന്ന് പറയുന്ന ഒരു ബാങ്ക്, Z എന്ന് പറയുന്ന ബാങ്ക്, 3 ബാങ്കുകളായിരിക്കും ലോൺ കൊടുത്തിട്ടുണ്ടാവുക. ടോട്ടൽ ലോൺ എന്ന് പറയുന്നത് 3000 crore ആണെന്ന് വിചാരിക്കുക. X എന്ന് പറയുന്നത് ഒരു 1500, Y എന്ന് പറയുന്നത് ഒരു 800 crore. അങ്ങനെയാണെങ്കിൽ Z എന്ന് പറയുന്നത് എത്രയാ? 700 crore അല്ലെ. അപ്പോ ഇത്രയും കാശ് 3 ബാങ്കുകൾ ചേർന്നിട്ടാണ് ഈ നീരവ് മോദി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന കമ്പനീനെ ലാഭത്തിൽ എത്തിച്ചാലോ അല്ലെങ്കിൽ അതിനെ ലിക്വിഡേറ്റ് ചെയ്താലോ അത് ഈ 3 ആളുകളുടെ ഇടയിലും ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിൽ വേണ്ട ഡിവൈഡ് ചെയ്യാൻ എത്രയായിരിക്കും? ഇയാൾക്ക് 50%. കറക്റ്റ് അല്ലേ? ഇയാൾക്കാണെങ്കിൽ എത്രയായിരിക്കും? 8 7 15, 800/30. ഏകദേശം ഇയാൾക്കൊരു ബാക്കിയുള്ളതിന്റെ ഒരു 28% ഒക്കെ വരും. ഇയാൾക്ക് അറൗണ്ട് ഒരു 22% വരും. എന്ത് വേണം? ഈ 3 ആൾക്കാരും കൂടി ചേർത്ത് IP ഒരു കമ്മിറ്റി ഫോം ചെയ്യും. ആ കമ്മിറ്റിന്റെ പേര് Xഉം Yഉം Zനെയും ചേർത്ത് ഒരു കമ്മിറ്റി ഫോം ചെയ്യും, വിച്ച് ഈസ് കോൾഡ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ഇതുവരെ ഓക്കെ ആണല്ലോ? ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യും? ഡെലിബറേറ്റ് ചെയ്യും. എന്താണ് ഡെലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക? നമുക്ക് കയ്യോടെ
നീരവ് മോദിയുടെ കൊളാറ്ററൽ വിൽക്കണോ അതോ ആ കമ്പനീനെ റിവൈവ് ചെയ്യണോ? ഈ ഒരു ഡിസ്കഷൻ ആര് നടത്തും? കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് നടത്തും. അപ്പൊ അവര് ഡിസ്കഷൻ നടത്തി അവരൊരു ഡിസിഷനിലേക്ക് വരാണ്. എന്തെന്ന്? തൽക്കാലം നമുക്ക് ഇയാൾക്ക് ഒരു അവസരം കൂടി കൊടുക്കാം. എങ്ങനെ? ഒന്നല്ലെങ്കിൽ നമ്മുടെ ലോൺ ഒന്ന് നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാം. എന്ത് റീസ്ട്രക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട, അതേപോലെ തന്നെ പ്രിൻസിപ്പൽ അടയ്ക്കേണ്ട, കമ്പനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യട്ടെ, ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ പൈസ അടച്ചു തുടങ്ങും. ഇപ്പൊ ലോണിന്റെ മൊത്തം ഡ്യൂറേഷൻ ഒരു വർഷം കൂട്ടിയിട്ടാ പോരെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൊറട്ടോറിയം, ഈ വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? എന്ത് ഈ മൊറട്ടോറിയം എന്ന് പറഞ്ഞാൽ, ചില പ്രത്യേക മാസങ്ങളിലേക്ക് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടയ്ക്കണ്ട, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചാൽ മതി എന്ന് പറയുന്നത് മൊറട്ടോറിയം. അല്ലെങ്കിൽ അവർ പറയും ഈ 3000 കോടി ഓക്കെ, നിങ്ങൾ തൽക്കാലം ഞങ്ങൾ 3 പേരും കൂടി നിങ്ങൾക്ക് ഒരു 100 crore കൂടി തരാം. ആ 100 കോടി ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് 3100 കോടിക്കുള്ള പൈസ തിരിച്ചടക്കി. വേറൊരു ആശയമല്ല അത് കമ്പനീനെ റിവൈവ് ചെയ്യാൻ. അല്ലെങ്കിൽ COC പറയും, ഇൻസോൾവൻസി പ്രൊഫഷണൽസെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മൊത്തത്തിൽ പ്രശ്നം നീരവ് മോദി അഴിമതിക്കാരന്, അയാളെയൊക്കെ തെറിപ്പിച്ചിട്ട് പകരം പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് ഇറക്കുക, അവർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ള പുതിയ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുക, ഗവേണൻസ് ബോർഡ് ചേഞ്ച് ചെയ്യുക. ഈ എല്ലാ ആശയം എന്താണ്? COC തമ്മിലൊരു ഐഡിയയിൽ വരണം. എന്താണ്? കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യണ്ട, നമുക്ക് അതിനെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു ആശയം വന്നു കഴിഞ്ഞാൽ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ത് ചെയ്യും? കമ്പനീനെ റിവൈവ് ചെയ്യാനുള്ള ഡിഫറെന്റ് ടെക്നിക്സ് ഉപയോഗിക്കും. ഇവര് തമ്മിൽ ഒരു ഡിസിഷനിൽ എത്തിയില്ലെങ്കിൽ then insolvency professionals will go for liquidation of the asset. ആ ലിക്വിഡേറ്റ് ചെയ്തിട്ടുള്ള പൈസന്ന് IP എന്തെടുക്കും? ഒരു കമ്മീഷൻ എടുക്കും. ബാക്കിയുള്ള പൈസ COCക്ക് ഓൾറെഡി ഉള്ള എഗ്രിമെന്റ് പ്രകാരം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലെ? ഇതല്ലേ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക്? മാക്സിമം എക്സ്റ്റെൻഡ് വരെ IP എന്തിനു ശ്രമിക്കും? COCനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. എന്തെന്ന്? നമുക്ക് എങ്ങനെയും റിവൈവ് ചെയ്തതിന് ഒരുപാട് ആളുകളുടെ ജോലി പോവില്ല, നിങ്ങൾക്കാണെങ്കിൽ ഫുൾ പേയ്മെന്റ്, ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് വൈ ദിസ് IBC ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. നല്ലൊരു ആശയമല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നോക്കിയാലോ? പോസിറ്റീവ്സ് ഓഫ് IBC ആൻഡ് നെഗറ്റീവ്സ് ഓർ കൺസേൺസ് ഓഫ് IBC. യൂണിഫൈഡ് ഫ്രെയിംവർക്ക്. ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളാണെങ്കിലും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫിംസ് ആണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ട് ഒറ്റ നിയമം. ഇനി ഏതാണ് നിയമം? IBC 2060. സെക്കൻഡ് വൺ ടൈം ബൗണ്ട് റെസൊല്യൂഷൻ. എനിക്ക് എക്സാക്ട് ടൈം ഓർമ്മയില്ല. ഇപ്പൊ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 90 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. ഐ തിങ്ക് കമ്പനീസ് ആണെങ്കിൽ 180 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ എന്ത് വേണം? COC ഫോം ചെയ്യണം, അവരൊരു എഗ്രിമെന്റിൽ എത്തണം, ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. സോ ഇറ്റ്സ് എ ടൈം ബൗണ്ട് റെസൊല്യൂഷൻ. തേർഡ് വൺ ലെസർ ടൈം കമ്പയർ ടു ഏർലിയർ സിറ്റുവേഷൻ. ഏർലിയർ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? DRTs ആണെങ്കിലും അതേപോലെ തന്നെ NCLT ആണെങ്കിലും ടൈം ബൗണ്ട് ആയിരുന്നില്ല, പ്രത്യേകിച്ച് ടൈം പീരീഡ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എക്സാമ്പിൾ, ഗവർണർക്ക് ഒരു ബില്ല് അയച്ചു കഴിഞ്ഞാൽ പുള്ളി ഇന്ന ടൈമിൽ ഒപ്പിടണം എന്ന് വല്ല നിയമമുണ്ടോ? ഇല്ല. ഇപ്പൊ എന്തുണ്ടാവും? ഹി ക്യാൻ ഓർ ഷീ ക്യാൻ പോക്കറ്റ് വീറ്റോ ദാറ്റ് പർട്ടിക്കുലർ ബില്ല് അല്ലെ? കേരളത്തിൽ നടന്നിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇതിന്റെ ഒരു കേസ് എവിടെ നടക്കുന്നുണ്ട്? സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഇവരും സെയിം ലോ കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ടൈം ഫ്രെയിം പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. IBC കെയിം വിത്ത് എ ഫിക്സഡ് ടൈം പീരിയഡ്. ഓക്കെ ആണല്ലോ? ഇറ്റ് പ്രൊവൈഡ്സ് ദി പവർ ഫോർ ദി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാങ്കിന് എപ്പോഴും ഈ COC എന്ന് പറയുന്ന ഒരു ആശയം മുന്നേ എപ്പോഴേലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത് IBCയിലാണ്. ഈ കമ്മിറ്റി ഓഫ് പണ്ട് DRT അല്ലെങ്കിൽ NCLT ആണ് എന്ത് ഡിസിഷൻ എടുക്കുക? കമ്പനീനെ റിവൈവ് ചെയ്യണം നിങ്ങൾ, അല്ലെങ്കിൽ കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് പറയാം. ഇവിടെ COC ആണ് ആ ഡിസിഷൻ എടുക്കുന്നത്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? മുന്നത്തെ ആശയം മുന്നാണെങ്കിൽ എന്താണ്? NCLT അല്ലെങ്കിൽ DRT പറയും ഗോ ഫോർ ലിക്വിഡേഷൻ ഓർ ട്രൈ ടു റിസോൾവ് ദി ഇഷ്യൂസ് ഓഫ് കമ്പനി. ഇവിടെ ആരാണ് ആ ഡിസിഷൻ എടുക്കുക? COC. IP അവരെ സപ്പോർട്ട് ചെയ്യും. IP അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ഡിസിഷൻ എടുക്കുന്നത് ആരാ? COC എന്ന് പറഞ്ഞ എന്താ? ലോണ് കൊടുത്ത ബാങ്കുകൾ. സോ ദി പവർ ഓഫ് ക്രെഡിറ്റേഴ്സ് വുഡ് ബി ഹയർ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്താ ഗുണം? കൃത്യമായ ടൈം ഫ്രെയിമിൽ ലിക്വിഡേഷൻ ചെയ്യുന്നു, കമ്പനികൾക്ക് റിവൈവ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിസിനസ് ആക്ടിവിറ്റി ഒബ്വിയസ്ലി ഇംപ്രൂവ് ചെയ്യും അല്ലെ? വാട്ട് ആർ ദി കൺസേൺസ്? ടൈം ടേക്കൺ ഫോർ അക്സെപ്റ്റിംഗ് ആൻഡ് അഡ്മിറ്റിംഗ് അപ്ലിക്കേഷൻ ഹയർ. ഏറ്റവും പ്രധാന പ്രശ്നം എന്താ? മറ്റേത് DRT അല്ലെങ്കിൽ NCLT ആണ് വേർഡിക്റ്റ് പറയാ, കുറച്ചും കൂടി പെട്ടെന്ന് പരിപാടി നടക്കും. ഇവിടെയോ അത് DRT NCLTയിലേക്ക് കേസ് പോകണം, അവർ IP നെ അപ്പോയിന്റ് ചെയ്യണം, IP COCനെ ക്രിയേറ്റ് ചെയ്യണം, COC
ഡിസ്കസ് ചെയ്യണം. COC ഡിസിഷനിൽ എത്തണം. അവര് വന്ന ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ എന്നാ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ ഡിസിഷൻ ഒന്നും എടുക്കില്ല. ആ ബാങ്ക് അവരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണ് നോക്കുള്ളൂ, അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഒന്നല്ല. അപ്പൊ അവർ ഒരുപാട് ടൈം എടുത്ത് ലാഗ് ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിൽ എത്തുക. ഇനി ഇൻ കേസ് ഇതിലൊന്നും ഹാപ്പി അല്ലെങ്കിൽ എന്തുണ്ട്, NCLTക്ക് ഒരു അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, DRTക്ക് ഒരു അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, അങ്ങോട്ട് പോവും. അതില് ഹാപ്പി അല്ലെങ്കിലോ ഹൈക്കോർട്ട് പോവാം, സുപ്രീം കോടതി പോവും. സുപ്രീം കോടതി വെച്ച് പരിപാടി തീർന്നു. എന്താണ്, ഒരുപാട് ടൈം എടുക്കാനും സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് എന്താ, ആക്ച്വൽ ടൈം ടേക്കൺ റെസൊല്യൂഷൻ ഈസ് ഹയർ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസസ് ആർ ഗോയിങ് ത്രൂ ലിക്വിഡേഷൻ. പലപ്പോഴും ഈ COCയുടെ പ്രത്യേകത എന്തായിരിക്കും മക്കളെ? ബാങ്കുകളുടെ ആ കമ്പനിയെ നന്നായി കാണാൻ അവർക്ക് വലിയ താല്പര്യമൊക്കെ ഉണ്ടാവുമോ? ഇല്ല, അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പൈസ തിരിച്ചു കിട്ടണം. കമ്പനീനെ റിവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒന്നല്ലെങ്കിൽ മൊറട്ടോറിയം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ലോണ് കൊടുക്കണം, അല്ലെങ്കിൽ അവർ ബോർഡൊക്കെ മാറ്റി അവരത് റിവൈവ് ചെയ്ത് പൈസ കിട്ടി എന്നിട്ടൊക്കെ തിരിച്ചടയ്ക്കണം. ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. അപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസിൽ COC എന്താ പറയാ, IP ജസ്റ്റ് ഗോ ഫോർ ലിക്വിഡേഷൻ. അപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസസിൽ ഒരു ഐഡിയൽ ലോ ആണ് IBC എങ്കിലും റിയാലിറ്റിയിൽ നടക്കുന്നത് എന്താ, പലപ്പോഴും മിക്കവാറും കേസസിൽ ലിക്വിഡേഷൻ ആണ് നടക്കാറുള്ളത്. റിക്കവറി റേറ്റ്സ് ആർ ലോ ആസ് യൂഷ്വൽ. നമ്മുടെ നാട്ടില് കൊളാറ്ററിൽ നിന്നുള്ള റിക്കവറി എന്ന് പറയുന്നത് 20 തൊട്ട് 30% വളരെ കുറവാണ്.